സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ലേറ്റസ്റ്റ് പ്രൊമോയിൽ കാണിക്കുന്നത് സന്ധ്യ നേരത്ത് രാധിക ദീപമൊക്കെ തെളിയിച്ച് ഉമ്മർത്ത് വന്നിരുന്ന സന്ധ്യ നാമവും കീർത്തനമൊക്കെ ജപിക്കുവാണ് കേട്ടോ. അങ്ങനെ രാധികയുടെ ഈ പ്രാർത്ഥനയിലും ഗാനത്തിലുമൊക്കെ ലയിച്ച് അരികിൽ തന്നെ നിൽക്കുവാണ് ശ്യാമയും രാമേട്ടനും ജയന്തിയൊക്കെ. ഇതേസമയം വരുണാണെങ്കിൽ ഊണുമില്ല ഉറക്കമില്ല, ഏതു നേരത്തും രാധികയുടെ ചിന്തയിൽ മാത്രം മുഴുകിയിരിക്കുവാണ് കേട്ടോ. വരുൺ അങ്ങനെ ഹോളിൽ രാധികയെക്കുറിച്ച് തന്നെ ചിന്തിച്ച് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം എന്താണ്, ഇതിൽ നിന്നെല്ലാം എങ്ങനെ പുറത്തു വരിക എന്നൊക്കെ ഓർത്ത് ആകെ ടെൻഷൻ അടിച്ച് വിഷമിച്ച് അവിടെ സോഫയിൽ ഇരിക്കുമായിരിക്കും. ഈ സമയത്തായിരിക്കും ഉർവശി പ്രിയങ്കയെ വരുണിൻ്റെ അരികിലേക്ക് പറഞ്ഞു വിടുന്നത്. പ്രിയങ്കയോട് ഉർവശി പറയണേ, അതെ നീ ഏതു നേരം വരണ്ട ചുറ്റിപ്പറ്റി തന്നെ നിൽക്കണം, വരണെങ്കിൽ ഉള്ളിലേക്ക് നീ ഇടിച്ച് കയറിക്കൊണ്ടേയിരിക്കണം. രാധിക ഇപ്പോൾ അവൻ കാണാതിരിക്കുവാണ്, ആ സമയം നിൻ്റെ മുഖം വേണം അവൻ്റെ മനസ്സിൽ പതിയാനായിട്ട്. നിനക്ക് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ? മനസ്സിലാവുന്നുണ്ടല്ലോ അമ്മേ. അങ്ങനെ പറഞ്ഞ് പ്രിയങ്ക നേരം വരണിൻ്റെ അരികിലേക്ക് എത്തുവാണ്. ഈ സമയം വരണാണെങ്കിൽ തലക്കിങ്ങനെ കൈയും കൊടുത്തിരിക്കുമായിരിക്കും കേട്ടോ. അന്നേരം പ്രിയങ്ക പിന്നിലൂടെ വന്ന് വരുണിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുവാണ്. ഈ സമയം വരുൺ പെട്ടെന്ന് ദേഷ്യത്തോടെ നോക്കുകയും പ്രിയങ്ക ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കാണുന്നതും വരുണിൻ്റെ കൺട്രോൾ പോയി പ്രിയങ്കയുടെ കഴുത്തിന് ഞെക്കിപ്പിടിക്കുവാണ്. അങ്ങനെ കഴുത്തി പിടിച്ച് ഞെരിച്ചുകൊണ്ട് തന്നെ പ്രിയങ്കയെ തള്ളി താഴത്തേക്കിടുക. അതിനുശേഷം അവിടെയുള്ളൊരു ഫ്ലവർ വൈസ് എടുത്ത് പ്രിയങ്കയുടെ തലക്കിട്ടടിക്കാൻ വേണ്ടി വരുൺ തുടങ്ങുമായിരിക്കും കേട്ടോ. ഈ സമയം ഈ കാഴ്ചയൊക്കെ കണ്ട് ആകെ ഭയന്ന് നിൽക്കുമായിരിക്കും ഉർവശി. അന്നേരം ഈ കാഴ്ച കണ്ട് അങ്ങോട്ടേക്ക് ഓടി വരുന്ന പത്മിനി വരുൺ എന്നും പറഞ്ഞ് അല്ലറി വിളിക്കുവാണ്. അങ്ങനെ അമ്മയുടെ ഒച്ച കേൾക്കുന്നതും വരുൺ പെട്ടെന്ന് തിരിയുവാണ് കേട്ടോ. അന്നേരം പ്രിയങ്കയാണെങ്കിൽ ആകെ പേടിച്ച് കുറച്ച് നിൽക്കുമായിരിക്കും. ഈ സമയം വരുണ ഫ്ലവർ വൈസ് അവിടെ താഴോട്ട് തല്ലി പൊട്ടിച്ചിട്ട് ദേഷ്യത്തിൽ പ്രിയങ്കയോട് എന്തൊക്കെയാണ് പറയുകയും അമ്മയോട് ദേഷ്യപ്പെടുകയും ചെയ്ത് റൂമിലേക്ക് കയറിപ്പോകുവാണ് കേട്ടോ. അന്നേരം പ്രിയങ്കയാണെങ്കിൽ അതെല്ലാം കണ്ട് പേടിച്ച് കരയുമായിരിക്കും. അന്നേരം പത്മിനി പ്രിയങ്ക ആശ്വസിപ്പിക്കുക, മോള് സമാധാനത്തോടെ ഇരിക്കുക, അവൻ്റെ ഈ ദേഷ്യമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചല്ലേ, നമുക്ക് പതിയെ പതിയെ അവനെ മാറ്റിയെടുക്കാം, മോള് തളരരുത് എന്നൊക്കെ പറഞ്ഞ് പ്രിയങ്ക ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്